കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം നമ്മൾ 6:48 ചെയ്തു. കഴിയാറായി, 49, 50 കൂടിയുള്ളൂ. സമയം വൈകിക്കൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ അതിലെന്താ പറഞ്ഞാൽ, നമുക്കും ഈ പ്രഭാസ് തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്ത് പിതൃക്കളെയും ദേവന്മാരെയൊക്കെ തർപ്പണം കൊണ്ടും പൂജ കൊണ്ടും സന്തോഷിപ്പിച്ച് ബ്രാഹ്മണർക്ക് ഭോജനവും ശ്രദ്ധയോടുകൂടി ഭോജനവും, അതായത് ഭക്ഷണവും, അർഹിക്കുന്നവർക്ക് നല്ല ദാനങ്ങളും ദക്ഷിണയും നൽകി നമുക്ക് പാപങ്ങളെ തരണം ചെയ്യാം, ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്യാം. ഏതുപോലെ? ഒരു കപ്പലിൽ കടൽ കടക്കുന്ന പോലെ ദാനങ്ങളെ കൊണ്ട് നമുക്ക് പിന്നെ ഈ ദുസ്തരമായിട്ടുള്ള സാഗരത്തെ കടക്കാം എന്ന് പറഞ്ഞാലേ, അങ്ങനെയല്ലേ പറഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇനി 19. അതെ, അതിൻ്റെ സംസാരത്തെ അങ്ങനെ ഞങ്ങൾ കടന്നു കൊള്ളാം എന്ന് പറഞ്ഞു. 49 വായിക്കാട്ടോ. ഇനി സ്മരന്ത കീർത്തയന്തസ്തേ കൃതാനി ഗതിദാനി ച ഗത്യുസ്മിതേ ക്ഷണക്ഷ്വേളി യന്ത്രലോകവിഡംബനം. അപ്പം നമുക്ക് 48ൻ്റെ അർത്ഥം നോക്കാം. 48 അതെ, 48 49 സ്മരത. അതെ, സ്മരന്ത കീർത്തയന്തസ്തേ. അപ്പോൾ ഇനി എന്താണ് പറഞ്ഞു വെച്ചാൽ, എന്താണ് ഇതിൽ വായിക്കാം. തേ കൃതാനി ഗതിദാനി, അതായത് ഭഗവാന്റെ ദിവ്യലീലകൾ, അങ്ങ് ആടിയ ദിവ്യലീലകളും ചന്ദ്രലോക വിഡംബനം, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന ഗതി അങ്ങയുടെ, പിന്നെയോ ഗതിദാനി കേട്ടോ അതെ, നൃലോക വിഡംബനം, എല്ലാ ലോകത്തിനെ മുഴുവൻ അവിടുത്തെ ദിവ്യലീലകളും ഉപദേശങ്ങളും ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന അങ്ങയുടെ ഗതിയും, പിന്നെയോ പിന്നെ ഗത്യുസ്മിതേക്ഷണക്ഷ്വേളി, അത് മന്ദഹാസം, കടാക്ഷം, പിന്നെയോ നല്ല തമാശയായിട്ടുള്ള വാക്കുകൾ പറയുക. ഇതൊക്കെ സ്മരന്ത, സ്മരിച്ചും, കീർത്തയന്ത, കീർത്തിച്ചും അനായാസമായിട്ട് ഞങ്ങൾ ഈ സംസാരസാഗരത്തെ കടന്നു കൊള്ളാമെന്ന്. എന്താണ് ഇപ്പം ഇതിൽ പറഞ്ഞു വെച്ചാൽ, മനുഷ്യലോകത്തെ മുഴുവൻ മോഹിപ്പിച്ചുകൊണ്ട് അങ്ങ് പുഞ്ചിരി, അങ്ങയുടെ നടത്തം, പുഞ്ചിരി, അങ്ങയുടെ നോട്ടം, തമാശയായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ പരിഹാസമായിട്ടുള്ള വാക്കുകൾ, അതൊക്കെ സ്മരിച്ചുകൊണ്ടും കീർത്തിച്ചുകൊണ്ടും എല്ലാവർക്കും കടക്കാൻ അങ്ങേയറ്റം ദുസ്തരമായ ഈ അജ്ഞാന കാരണമായ ഈ സംസാരത്തെ തരിഷ്യാമ, ഞങ്ങൾ തരണം ചെയ്യും എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി അവസാനത്തെ ശ്ലോകം ശ്രീശുക വാചയാണ്. അതായത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാണ് പറയണത് ഉദ്ധവൻ, അല്ലേ? ഉദ്ധവൻ്റെ ആണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഉദ്ധവൻ പറയുകയാണ്, അങ്ങ് വിട്ടുപോകരുത്, അങ്ങയുടെതൊക്കെ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് അങ്ങയുടെ കണ്ടംപററിയെ ജീവിക്കാൻ, അതൊക്കെ പാടി ഞങ്ങൾ ഈ സംസാരത്തെ കടന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീശുകൻ പറയുന്നതാണ് അവസാനത്തെ ശ്ലോകം ഈ അധ്യായത്തിൽ. അപ്പം ഞാൻ 49 വായിച്ച് ശ്രീശുകൻ്റെ വാക്കുകളിലേക്ക് പോവാം. സ്മരന്ത കീർത്തയന്തസ്തേ കൃതാനി ഗതിദാനി ച ഗത്യുസ്മിതേക്ഷണക്ഷ്വേളി യന്ത്രലോക വിഡംബനം. ശ്രീശുക ഉവാച. ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീസുത ഏകാന്തിനം പ്രിയം ഭൃത്യം ഉദ്ധവം സമഭാഷത. ഇനി എന്താ പറയണ? രാജൻ, ഹേ പരീക്ഷിത് മഹാരാജാവേ, ഏവം വിജ്ഞാപിത, ഇപ്രകാരം പറയുന്നതിന് ശേഷം, വിജ്ഞാപനം ചെയ്തതിന് ശേഷം, ദേവകീസുത ഭഗവാൻ, ദേവകീസുതനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ഏകാന്തിനം, തന്നെ വിശ്വസിച്ചവരും പ്രിയനും അങ്ങേയറ്റം തന്നെ ഏകാന്തിന ചെണ്ട, തന്നെ ഏകാന്ത ഭക്തിയോടുകൂടി എപ്പോഴും കൂടെ ഉണ്ടായവനും പ്രിയനും ഭൃത്യം
ശരിക്കൊരു കൈങ്കര്യം ചെയ്യുന്ന ഒരു ഭൃത്യനായും ഉള്ള ഉദ്ധവനെ നോക്കി സമഭാഷത ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇനി ഭഗവാൻ ഉദ്ധവനോട് പറയണതാണ് അടുത്ത അധ്യായം. അതായത് ആത്മതത്വം ഉപദേശിക്കുകയാണ്. അതായത് ഭഗവാൻ തന്നെ ഉപദേശമാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞാലൊക്കെ നാരദൻ വസുദേവർക്ക് ഉപദേശിച്ചു കൊടുക്കണതല്ലേ കേട്ടത്. ഇനിയാണ് ശരിക്കും ഉദ്ധവോപദേശം എന്ന് പറയണത് തുടങ്ങണത്. അതായത് ഭഗവാൻ തന്നെ സ്വയം ഉദ്ധവന് ഉപദേശിച്ചു കൊടുക്കണതാണ് കേട്ടോ. ഇതിലാണ് ഈ അധ്യായത്തിൽ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് നമുക്ക് ഉപസംഹരിക്കാം. ശ്രീശുകവാച ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീസുത ഏകാന്തിനം പ്രിയം ഭൃത്യം ഉദ്ധവം സമഭാഷത ഇതി ശ്രീമദ്ഭാഗവതേ ഏകാദശസ്കന്ധേ അല്ലേ 11-ാം അധ്യായം, അല്ലെങ്കിൽ അങ്ങനെ പറയാം. ഈ ശ്രീമദ് ഭാഗവത അധ്യായം 11-ാം അധ്യായം സമാപ്തം. ശ്രീമദ് ഭാഗവതം 11-ാം സ്കന്ധം 6-ാം അധ്യായം സമാപ്തം അല്ലേ. ഇനി നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് കടക്കണം. അപ്പോൾ അതിനു മുമ്പ് എന്താ അതിൽ പറയണമെന്നും കൂടിയും പറയാം. ഭഗവാൻ ഇനി ഉദ്ധവന് വല്ലാതെ വിഷമിച്ചിരിക്കണം. ശരിക്കും പറയാച്ചാൽ ഈ അർജുനെ പോലെ തന്നെയാണ് ഈ വിഷാദമഗ്നനായിട്ടാണ് ഇപ്പോൾ ഉദ്ധവനും ഇരിക്കുന്നത്. ഭഗവത്ഗീത മഹാഭാരതത്തിൽ ഉപദേശിച്ചതും അല്ലേ വളരെ വിഷാദയോഗമല്ലേ. ആദ്യത്തെ വിഷാദിച്ച് ദുഃഖിച്ചിരിക്കുന്ന അർജുനനാണ് ഉപദേശിച്ച് ഊർജം കൊടുത്തതേ. അതേപോലെ തന്നെ ഇവിടെ വേറെ കാരണമാണെന്നേ ഉള്ളൂ. ഉദ്ധവനും വിഷാദിച്ചിരിക്കണോ, ഉദ്ധവനെ തന്നെയാണ് ഭഗവാൻ ഉപദേശിക്കണം കേട്ടോ. അപ്പോൾ ഉദ്ധവന് ഇനി ഈ 7-ാം അധ്യായത്തിലെ അവധൂതൻ്റെ ദത്താത്രേയൻ്റെ ഒരു കഥ ഉണ്ട്. അത് ഉപയോഗിച്ച് ആത്മതത്വം ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 7-ാം അധ്യായത്തിൽ ദത്താത്രേയൻ്റെ 24 ഗുരുക്കന്മാരിൽ 8 ഗുരുക്കന്മാരെയാണ് ഈ അധ്യായത്തിൽ പറയണത്. 8 ഉദ്ധവന് ആത്മജ്ഞാനം നൽകാനായിട്ട് അവധൂതൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുക. അതിൽ 8 ഗുരുക്കളുടെ ഈ ഒരു അധ്യായത്തിൽ വരും. അപ്പം നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 7-ാം അധ്യായം 7-മോധ്യായം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഭഗവാൻ പറയാണ് ഉദ്ധവനോട്. ഭഗവാന്റെ ഉപദേശമാണ്, വളരെ വിശേഷമാണ്. ശ്രീ ഭഗവാനുവാച യഥാർത്ഥമാം മഹാഭാഗ തച്ചികീർഷിതമേവ മേ ബ്രഹ്മാഭവോ ലോകപാലാഹ സ്വർവാസം മേഭികാംക്ഷിണഃ. ആ കോണ്ടെക്സ്റ്റിലേക്ക് വരണമല്ലോ. അതാണിപ്പോൾ മഹാഭാഗ, ഹേ മഹാഭാഗ്യവാനായിട്ടുള്ള ഉത്തവ മാം ഞാൻ ഏത് ആഥ നീ പറഞ്ഞുവോ തദ് അത് മേ ചികീർഷിതം എൻ്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യണത്. അതായത് യദുവംശനാശമൊക്കെ ബ്രഹ്മദേവനും ഭവ മീൻസ് ശിവഭഗവാനും ബാക്കി ലോകപാലന്മാരൊക്കെ അതായത് ദേവന്മാരൊക്കെ എനിക്ക് സ്വർവാസം വൈകുണ്ഠവാസത്തെ അഭികാംക്ഷിണ ആഗ്രഹിക്കുന്നു. എന്താണ് പറഞ്ഞു വെച്ചാൽ ഭഗവാൻ പറയുകയാണ് ഉദ്ധവരെ, ഇതൊക്കെ ഇപ്പം ഉണ്ടായതൊക്കെ എൻ്റെ ഇച്ഛ കൊണ്ട് തന്നെ നടന്നതാണ്. ഇപ്പോൾ എൻ്റെ ഈ അവതാരോദ്ദേശം നിർവഹിച്ചു കഴിഞ്ഞതിനാൽ ബ്രഹ്മാവും ശിവഭഗവാനും ബാക്കി ദേവന്മാരൊക്കെ ഞാൻ ഇനി വൈകുണ്ഠത്തിലേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ. കാരണം എൻ്റെ ഇവിടുത്തെ മിഷൻ കഴിഞ്ഞു. ഞാൻ എന്തിനാണ് അവതരിച്ചത് കൃഷ്ണനായിട്ട് യാദവവംശത്തിലെ ആ ഉദ്ദേശം കഴിഞ്ഞു. ഭൂഭാരം കുറച്ചു ദുഷ്ടന്മാരെയൊക്കെ കൊന്നു. ഞാൻ ലീലകളാടി. ഇനി ആ ലീലകളെ പ്രകീർത്തിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും ഇനി വരാൻ പോകുന്ന എല്ലാ ഭക്തന്മാർക്കും ഈ സംസാരസാഗരത്തെ കടക്കാൻ ഒരു വഴി ഉണ്ടാക്കിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ലീലകളൊക്കെ ആടി. അതെന്നും എല്ലാവർക്കും വരും തലമുറകൾക്ക് സ്മരിച്ച് മോക്ഷം നേടാം. അപ്പോൾ എൻ്റെ ഈ ഒരു മിഷൻ കഴിഞ്ഞു, കൃഷ്ണനായിട്ട് അവതരിച്ച എൻ്റെ ഉദ്ദേശം കഴിഞ്ഞു. അപ്പോൾ ബ്രഹ്മാവും ശിവനും ഒക്കെ ഇപ്പം ഞാൻ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കണമെന്നാണ് പറഞ്ഞത്. അവതാരലീലൊക്കെ ഞാൻ ഉപസംഹരിച്ചു. ഇനി അവരൊക്കെ പറയണമെന്നു ഞാൻ വൈകുണ്ഠത്തിലേക്ക്
പോകേണ്ടതാണ് എന്ന് പറയുകയാണ്. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് അതാണ് ഇപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ കേട്ടോ. ശ്രീ ഭഗവാൻ വാച യഥാർത്ഥമാം മഹാഭാഗ തച്ചികീർഷിതമേവ മേ ബ്രഹ്മദേവ ലോകപാലാ സ്വർവാസം മേ അഭികാംക്ഷിണ. ഞാൻ സ്വർഗത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കണമെന്ന്. 2 മയാ നിഷ്പാദിതം ഹ്യത്ര ദേവകാര്യമശേഷത യദർത്ഥമവതീർണോഹമംശേന ബ്രഹ്മണാർത്ഥിത. അപ്പം എന്താ പറയണത്? അതന്നെ പറയണം കേട്ടോ. ബ്രഹ്മദേവനാൽ അർത്ഥിക്കപ്പെട്ട അല്ലേ, ബ്രഹ്മാവും ഭൂമിദേവിയും ബാക്കി ദേവന്മാരും കൂടി വന്നിട്ടാണല്ലോ പ്രാർത്ഥിച്ചത് ഭൂഭാരം കുറയ്ക്കാൻ അവതരിക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ യഥർത്ഥം അതിനു വേണ്ടിയിട്ട് ഞാൻ യഥർത്ഥം ഏതിനു വേണ്ടി ഞാൻ അംശേന എൻ്റെ അംശമായ ആദിശേഷനോട് കൂടി, അതായത് ബലരാമന അംശാവതാരമാണ്. അപ്പം അംശാവതാര അതാണ് അംശേന പറഞ്ഞ്. ഭഗവാൻ പൂർണ്ണാവതാരമാണല്ലോ. അംശേന പറഞ്ഞാൽ അംശാവതാരായിട്ടുള്ള ബലരാമനോട് കൂടി അവതരിച്ചുവോ. ഞാൻ എന്തിനു വേണ്ടിയാണ് അവതരിച്ചത്? അതാണ് യഥാർത്ഥം. ഏതിനായിക്കൊണ്ട് ഞാൻ അവതരിച്ചുവോ ദേവകാര്യം. ആ ദേവകാര്യം അശേഷത പരിപൂർണമായിട്ട് ഇവിടെ ഈ സ്ഥലത്തിൽ എന്നാൽ നിഷ്പാദിതം ഞാൻ ചെയ്തു. ആ ദേവന്മാരുടെ പറഞ്ഞ ആ പണി ഞാൻ മുഴുവനെ ആക്കി എന്ന് പറയാണ്. ദേവകാര്യം മുഴുവൻ ഞാൻ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്കിനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ദേവന്മാരെന്തിനു വേണ്ടി അർത്ഥിച്ചത് ആ കാര്യം ഞാൻ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. അതാണ് പറയുന്നത്. മയാ നിഷ്പാദിതം ഹ്യത്ര ദേവകാര്യം അശേഷത മുഴുവൻ കഴിഞ്ഞു. യഥർത്ഥം അവതീർണോഹം അംശേന ബ്രഹ്മണാർത്ഥിത. ബ്രഹ്മാവും ബാക്കി ദേവന്മാരും പറഞ്ഞിട്ട് ഞാൻ ബലരാമസഹിതനായിട്ട് അവതരിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. ഇനി ഞാൻ പോവല്ലേ, നല്ലത്. അതാണ് ഇനി പറയണ ഉദ്ധവനോട് കേട്ടോ. കുലം വൈ ശാപനിർദഗ്ധം നങ്ക്ഷ്യത്യന്യോന്യവിഗ്രഹാത് സമുദ്ര സപ്തമേന്യേതാം പുരീം ച പ്ലാവയിഷ്യതി. എന്താ പറയണ? ഇനി 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ദ്വാരക മുങ്ങും തന്നെ പറയാം. കുലം യാദവകുലം ശാപനിർദഗ്ധം ഈ ആ വിപ്രശാപത്താൽ നശിക്കപ്പെട്ടതായിട്ട് അന്യോന്യ വിഗ്രഹാത് അവർ പരസ്പരം തല്ലിക്കൊല്ലും. ആര്? യാദവംശത്തിലത്തെ ഭഗവാന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ തമ്മിലടിച്ച് ചാവും. എന്താ കാരണം? വിപ്രശാപം. നംക്ഷ്യതി നശിക്കുവാൻ പോകുന്നു എന്നുള്ളത് ഉറപ്പാണ്. അത് എൻ്റെ ഇച്ഛയാണ്. ഇങ്ങനെ തന്നെ ഞാൻ അതും കൂടി നശിപ്പിച്ചിട്ട് വേണം പോവാഞ്ചിട്ടാണ്. കാരണം അവർ അഹങ്കാരികളായി പറഞ്ഞല്ലോ മുമ്പേ. അതോടെ സപ്തമേ അന്നി 7ാമത്തെ ദിവസം അവരിപ്പോൾ അടിച്ചു മരിക്കും. അത് കഴിഞ്ഞ് 7ാമത്തെ ദിവസം വലിയ പ്രളയം വരും. സമുദ്രം ഏതാം പുരിയും ഈ ദ്വാരകയെ പ്ലാവയിശ്വരി വെള്ളത്തിൽ മുക്കുന്ന. ഭഗവാൻ പറഞ്ഞു ഉദ്ധവനോട്. എന്താ പറഞ്ഞ്? ഈ വിപ്രശാപം കൊണ്ട് നശിക്കാറായിട്ടുള്ള ഈ യദുകുലുണ്ടല്ലോ, അവർ അന്യോന്യം കലഹിച്ചിട്ട് മുഴുവനായിട്ട് നശിക്കും യദുകുലം. സമുദ്രോ 7ാം ദിവസം ഈ ദ്വാരകാപുരിയെ മുഴുവൻ മുക്കും. അതാണ് പറയണത്. ഓക്കെ, ഒരു ഭാഗം അതാണ് ഇപ്പം പറഞ്ഞത്. വരാൻ പോണ കാര്യം നമ്മൾ ഈ ഭാഗത്താണ് നമ്മുടെ ഈ ഗുരുവായൂരത്തെ ഇതിഹാസമൊക്കെ പറയാറ് അല്ലേ. അതായത് ഇന്നൊക്കെ 7ാം ദിവസം ദ്വാരക മുങ്ങും. അപ്പോൾ ഒരു കൃഷ്ണവിഗ്രഹം പൊന്തിക്കിടക്കും, അഞ്ജന വിഗ്രഹം. അപ്പോൾ അതെടുത്തിട്ട് എവിടെയാണ് നല്ലതാച്ചാൽ സ്ഥാപിക്കണം എന്ന് പറയുമ്പോഴാണല്ലോ ഉദ്ധവൻ ഗുരുവിനും വായുവിനും ഏൽപ്പിക്കും. അപ്പോൾ അവർ വന്നിട്ടാണ് ഗുരുവായൂർ. അതൊന്നും ഭാഗവതത്തിലില്ല കേട്ടോ, ഐതിഹ്യമാണ്. ഇനി കുലം വൈ ശാപനിർദഗ്ധം നങ്ക്ഷ്യത്യന്യോന്യ വിഗ്രഹാൽ സമുദ്ര സപ്തമേന്യേതാം പുരീം ച പ്ലാവയിഷ്യതി. 4 യർഹേവായം മയാ ത്യക്തോ ലോകോയം നഷ്ടമംഗളഃ ഭവിഷ്യത്യജിരാത് സാധോ കലിനാഭി നിരാകൃത. പിന്നെ എന്താ ഉണ്ടാവുക? ഈ ദ്വാരക നശിച്ചിട്ട് സാധോ
സാധവേ അയാ ലോക ഈ ജഗത്ത് യർഹി ഏവ എപ്പോൾ മയാത്യക്ത അത് കഴിഞ്ഞ് ഞാൻ ദേഹം ഇങ്ങോട്ട് ത്യജിച്ചിട്ട് പോയാൽ മയാത്യക്ത ഞാൻ ഈ ജഗത്തിനെ ത്യജിക്കും. ഞാൻ ജഗത്ത് ത്യജിച്ചിട്ട് ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോയാൽ ഞാൻ എപ്പോഴാണ് ഈ ജഗത്തിനെ ത്യജിച്ചു പോണത്? അചിരാത് അപ്പോൾ അയം ഈ ലോകം കലിയാൽ പിന്നെ കലിയുഗവും ഭഗവാൻ പോയി കഴിഞ്ഞാൽ നിരാകൃത തികച്ചും ആക്രമിക്കപ്പെട്ടതാവും. അതായത് കലിയുടെ ആക്രമമാവും. പിന്നെ കലികാലം തുടങ്ങുന്ന അർത്ഥം. നഷ്ടമംഗള അപ്പം മംഗളം മുഴുവൻ നശിച്ചതായിട്ട് ഭവിഷ്യതി. അതാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ അതെ അതാണ് ഇതിൽ പറയണം കേട്ടോ. പിന്നെ ഈ ലോകം ഇപ്പം ഞാൻ ഉപേക്ഷിക്കാൻ റെഡിയായിരുന്നു. ലോകം ഉപേക്ഷിച്ച് പോവാനേ എപ്പോഴാണ് ഞാൻ ഈ ലോ ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് എൻ്റെ സ്വധാമത്തിലേക്ക് പോണത്? അപ്പം തന്നെ എല്ലാ മംഗളങ്ങൾ നശിച്ചതും കലിയാൽ ആക്രമിക്കപ്പെട്ടതും ആയിത്തീരും ഈ ലോകം. അതായത് കലികാലം തുടങ്ങും. ഞാൻ സ്വധാമത്തിലേക്ക് എൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ സ്വധാമത്തിലേക്ക് മടങ്ങിയാൽ ഈ ലോകത്ത് കലി വിളയാടാൻ തുടങ്ങും, കലികാലം തുടങ്ങും. യർഹേവായം അതായത് ഈ പ്രളയം കഴിഞ്ഞ് ഭഗവാൻ പോകുമ്പോൾ യർഹേവായം മയാത്യക്തോ ലോകോയം നഷ്ടമംഗളാവും. ലോകം മംഗളമൊക്കെ ഇല്ലാതെയാവും. ഭവിഷ്യത്യജിരാത് സാധോ കലിനാഭിനിരാകൃത കലിയാൽ ആക്രമിക്കപ്പെട്ടതായിത്തീരും, നിരാകൃതം. ന വസ്തവ്യം ത്വയൈവേഹ മയാ ത്യക്തേ മഹീതലേ ജനോധർമ്മരുചിർഭദ്ര ഭവിഷ്യതി കലൗ യുഗേ. പിന്നത്തെ കഥ എന്താ? ഞാൻ പോയി അവിടെ താമസിക്കാൻ കൊള്ളില്ലേ പറയുക. കലൗ യുഗേ കലിയുഗത്തിൽ മഹീതലേ ഈ ലോകത്തിലെ ഭൂമിയിലെ മയാത്യക്തെ എന്നാൽ ത്യജിക്കപ്പെട്ട് കഴിഞ്ഞാൽ കലി വരുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഈ കലിയുഗത്തിൽ ഈ ലോകത്തിലെ ജനങ്ങൾ അധർമ്മത്തിൽ രുചിയുള്ളവരായിരിക്കും. അധർമ്മം കാണിക്കാനുള്ള വാസന ഉള്ളവരായിരിക്കും. ഞാൻ പോയി കഴിഞ്ഞ കലി വന്നാൽ എല്ലാ ജനങ്ങളും ഭവിഷ്യതിന്ന് അവരൊക്കെ അധർമ്മത്തിൽ രുചിയുള്ളവരായിത്തീരും. ഭദ്ര ഹേ പുണ്യാത്മാവേ ഇഹ ഈ ലോകം ത്വയാ നീ നവസ്തവ്യം വേവ നിനക്ക് വസിക്കാൻ പറ്റുന്ന സ്ഥലമല്ലാണ്ടേ ഒന്ന് പറയണേ. പിന്നെ ഭഗവാൻ തന്നെ പറയണേ. എന്താ പറയണേ? ഞാൻ എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഈ ജഗത്ത് കലിയുടെ ആക്രമണം കൊണ്ട് പിന്നെ വാസയോഗ്യമല്ലാതായിത്തീരും. അങ്ങ് പിന്നെ ഇവിടെ വസിക്കരുത്. എന്താ വച്ചാൽ ഹേ പുണ്യാത്മാവേ ഈ കലികാലം തുടങ്ങിയാൽ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കലികാലം തുടങ്ങിയാൽ പിന്നെ ജനങ്ങൾക്കൊക്കെ വലിയ അധർമ്മത്തിലും അക്രമത്തിലും ആസക്തരായിരിക്കും. മീൻസ് എന്താ? അധർമ്മത്തിലും ഒക്കെ വലിയ രുചിയുള്ളവരായിത്തീരും. ഒക്കെ അധർമ്മികളായിത്തീരും കലികാലത്തിൽ. അപ്പം അങ്ങയ്ക്കും ഇവിടെ വാസയോഗ്യമല്ലാണ്ടേ ഒന്ന്. നവസ്തവ്യം ത്വയൈവേഹ മയാ ത്യക്തേ മഹീതലേ ജനോധർമ്മരുചിർ ഭദ്ര ഭവിഷ്യതി കലൗ യുഗേ. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനഃസമ്യക് സമദൃഗ്വിചരസ്വകാം. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഭഗവാൻ പറയണത്. എന്താ പറയണറിയോ? പിന്നെ അതുകൊണ്ട് ആറാമത്തെ അല്ലേ? അതെ ആറാമത്തെ എന്താ പറയുക? അതുകൊണ്ട് ത്വം ഉദ്ധവ നീയെ സ്വജനബന്ധുഷു സ്വജനങ്ങളോടും ബന്ധുക്കളോടും ഉള്ള സ്നേഹത്തിനെ മുഴുവൻ പരിത്യജിച്ചിട്ട് മനസ്സിനെ മയി എന്നിൽ വേറൊന്നുമല്ല പറയണ ഭഗവാൻ. മനസ്സിനെ എന്നിൽ സമ്യക് നല്ല വേണ്ട പോലെ ആവേശ്യ എന്നിൽ മനസ്സിനെ പ്രവേശിപ്പിക്കും. മുഴുവൻ മനസ്സിനെയും സമദൃക് എന്നിട്ട് സമഭാവനയോടെ സമമായ ദൃഷ്ടിയോടെ സമഭാവനയോടെ ഗാം വിചരസ്വ ഭൂമിയിൽ സഞ്ചരിക്കൂ. എളുപ്പമുള്ളതല്ല പറയണ. പക്ഷേ ഉദ്ധവനെ പോലെ ഒരാൾക്കത് പറ്റും. എന്താ പറയണേ?
ഇവിടെ താമസിക്കാൻ വാസയോഗ്യമല്ലാതെ ആവും അങ്ങക്കെന്ന് പറഞ്ഞില്ലേ, അങ്ങേപോലെ ഒരാൾക്കാ പറഞ്ഞില്ലേ. എന്നിട്ട് പറയുകയാണ്, അങ്ങ് ഒരു കാര്യം ചെയ്യൂ, സ്വന്തം ആൾക്കാരിലും ബന്ധുക്കളിലൊക്കെ അങ്ങക്കുള്ളപ്പോൾ ഈ വല്ലാത്തൊരു സ്നേഹം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിയിട്ട് ആ സ്നേഹത്തിനെ മുഴുവൻ എന്നിൽ സമർപ്പിക്കൂ. എല്ലാവരിലും എന്നെ കണ്ട് എന്നോട് സ്നേഹം, എന്നിൽ സർവാത്മന എന്നിൽ മനസ്സ് അടയൂ. അങ്ങനെ എന്നിൽ തന്നെ സമർപ്പിച്ച് സമഭാവനയോടുകൂടി ഈ ഭൂമിയിൽ സഞ്ചരിച്ചോളൂ, പിന്നെ ദുഃഖമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. അതായത് ഈ അങ്ങനെ ചെയ്താൽ പിന്നെ യാതൊന്ന്, അതായത് എന്താ പറയണമെന്ന് വെച്ചാൽ അതെ, വേഗം ഇനി അതൊന്നും ആലോചിക്കണ്ട. സ്വന്തം ബന്ധുക്കളിലും പിന്നെ താൻ എൻ്റെ എന്ന് ഉദ്ധവൻ കരുതുന്ന എല്ലാറ്റിലുമുള്ള ആസക്തി കുറച്ചിട്ട് ആ സ്നേഹമൊക്കെ സർവാത്മന എന്നെ തന്നെ ആശ്രയിച്ച് എന്നിൽ തന്നെ സമർപ്പിക്കൂ. അങ്ങനെ സർവാത്മന എന്നിൽ തന്നെ സമർപ്പിച്ചിട്ട് സമഭാവനയോടുകൂടെ ലോകത്തിൽ സഞ്ചരിച്ചോളൂ, അതേ പറ്റുള്ളൂ എന്ന് പറയണം. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മന സമ്യക് സമദൃഗ്വിചരസ്വകാം. സമഭാവനയോടുകൂടി. ഇനി എങ്ങനെയാണ് ഇങ്ങനെ സമാപന, അത് 7ാമത്തെ ശ്ലോകം കൂടി ചെയ്യാൻ പറ്റുള്ളൂ. അത് നല്ലൊരു അസൽ ശ്ലോകമാണ്. എന്താ അറിയോ, ഗുണദോഷം ഈ ലോകത്തിൽ 4 എങ്ങനെയാണ് സമഭാവനയോടുകൂടി സഞ്ചരിക്കുക എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം എന്താ അറിയോ, നമ്മൾ നല്ലതും ചീത്തയും ഒക്കെ കാണുമല്ലോ. അപ്പം നല്ലതിനോടും ചീത്തയോടും ഒക്കെ എങ്ങനെയാണ് ഒരുപോലെ പ്രതികരിക്കുക? അത് എത്ര വിഷമമുള്ളതാണ് അല്ലേ. നല്ലതിനോടും ചീത്തയോടും ഒരുപോലെ എങ്ങനെയാണ് പ്രതികരിക്കുക? അതെത്ര വിഷമമുള്ളതാണ് അല്ലേ. അതാണ് ഇതിൽ ഇപ്പോൾ പിന്നെ ഭഗവാൻ പറയാൻ പോണ 7ാമത്തേൽ. ആദ്യം പറഞ്ഞു, 6ൽ പറഞ്ഞു, സ്വജനങ്ങളോടും എല്ലാ ബന്ധുക്കളോടുള്ള മമതാബന്ധങ്ങളൊക്കെ കൈവെടിയൂ, എന്നിട്ട് മനസ്സ് എന്നിൽ ഉറപ്പിക്കൂ, എന്നിട്ട് എല്ലാറ്റിലും എന്നെ തന്നെ കാണൂ, എന്നാലേ സമഭാവന പറ്റുള്ളൂ. ഈ ദ്വൈത പ്രപഞ്ചത്തിൽ അല്ലാണ്ട് ഇനിയിപ്പോൾ എന്താ പറയണേ 7 നോക്കാം. യതിതം മനസാ വാച ചക്ഷുർഭ്യാം ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണാം ച വിദ്ധി മായാ മനോമയം. ഇതന്നെയാണ് അന്തരീക്ഷൻ പണ്ട് പറഞ്ഞത് അല്ലേ. എല്ലാം നമുക്ക് വിരക്തി വരാനേ ഇതിവിടെ ഉള്ളത് ഒന്നും അനശ്വരമല്ല എന്ന് കണ്ട് വിരക്തി വരുമെന്നൊക്കെ പറഞ്ഞില്ലേ പണ്ട് നമ്മൾ അന്തരീക്ഷൻ. അത് തന്നെയാണ് ഭഗവാനും പറയണത്. എന്താ അറിയോ, മനസ്സുകൊണ്ടും വാച വാക്കുകൊണ്ടും ചക്ഷുർഭ്യം കണ്ണുകൾ കൊണ്ടും ശ്രവണാദിഭി ശ്രവണേന്ദ്രിയങ്ങൾ കൊണ്ടും ഗൃഹ്യമാണം നമ്മൾ ഗ്രഹിക്കുന്ന യത് ഇതം ച ഈ സർവവും നമ്മളെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ ചെവിയുണ്ടോ പിന്നെ നമുക്ക് കാണുകയും അനുഭവിക്കുകയും ചെയ്യണ എല്ലാതും നശ്വരം, നശിച്ചു പോകണതാണ്. മായാമനോമയം ആയതുകൊണ്ട് മായയുടെ വെറും ആഭാസമാണെന്ന് മനസ്സിലാക്കണം. വിധി അറിഞ്ഞാലും തന്നെയാണ് നമ്മൾ അന്തരീക്ഷം പറഞ്ഞതല്ലേ അന്ന്. ഈ പിന്നെ എന്താണ്, ഇതന്നെയാണ് പറഞ്ഞത് അന്തരീക്ഷം. നമുക്ക് ഓർമ്മയില്ലേത്. പിന്നെ എന്താണ് ഈ, അതായത് ലോകം ഹതം ച സമസ്തം എന്ന് കണ്ട് വൈരാഗ്യം വരുത്തണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതന്നെയാണ് ഇവിടെ ഭഗവാനും പറയണത് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ ഈ പ്രപഞ്ചമായിട്ട് കാണപ്പെടുന്നത്, അതൊക്കെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ ഉണ്ടായിട്ട് നശിക്കണതാണ്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കണ്ണ് ഇതുകൊണ്ടൊക്കെ നമ്മളെന്തൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യണോ അതൊക്കെ വെറും ഭ്രമാണെന്ന്. അതൊക്കെ മനസ്സ് സങ്കല്പിച്ചുണ്ടാക്കിയതാണെന്നാണ് ഭഗവാൻ പറയണത് കേട്ടോ. പറഞ്ഞില്ലേ മായാമനോമയം എന്ന്. ഇതൊക്കെ വെറും ഇന്ദ്രജാലം പോലെയാണ്, നമ്മൾ സങ്കല്പിച്ച് കാണുകയാണ്. പ്രപഞ്ചം നമുക്ക് അനുഭവമുണ്ട് ഇല്ലേ, ശരിയാണ്. അതായത് ശരിക്കും പറയാച്ചാൽ നമുക്ക് ആ ബോധം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതാണല്ലോ നമുക്ക് തോന്നണത് ഞാനുണ്ടെന്നുള്ളത്. പിന്നെ സങ്കല്പം, ആ സങ്കല്പമാണ് എന്നിട്ട് നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളിത് അനുഭവിക്കുമ്പോഴും ബോധം അതുപോലെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സങ്കല്പിച്ചതൊക്കെ മാറി 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 വരുന്നു. ബോധം മാത്രമേ, അതായത് നോക്കുക, അത് ഒരു നല്ല ഉദാഹരണം ഐ തിങ്ക് ബാലകൃഷ്ണൻ നായർ സാറാ പറഞ്ഞ. അതായത് ഞാൻ
എന്ന സെയിം ഞാനാണ് കുട്ടിക്കാലത്ത്. അതേ ഞാൻ തന്നെയാണ് അഡോളസൻ്റ് ആകുമ്പോൾ, അതേ ഞാൻ തന്നെയാണ് യുവാവ്, അതേ ഞാൻ തന്നെയാണ് മധ്യവയസ്കൻ, അതേ ഞാൻ തന്നെയാണ് വൃദ്ധൻ. അല്ലേ? ആ ഞാനിന് വ്യത്യാസമില്ല, ബോഡി മാറുന്നുണ്ട്. ആ ഞാൻ എന്ന് പറയണതിന് ഒരു വ്യത്യാസമില്ലല്ലോ. അതാണേ. അപ്പോൾ ആ ബോധം, അതാണ് ബോധം. ബോധം അതുപോലെ തുടരുന്നുണ്ട് എല്ലാ കാലത്തും. പക്ഷെ നമ്മുടെ സങ്കല്പങ്ങളും നമ്മൾ കാണുന്നതും ഒക്കെ മാറി 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 സദാ മാറി വരുന്നു. അല്ലേ? അപ്പോൾ ഈ ഉണ്ടാവലും ഇല്ലാതെ അവലാണ് നശ്വരത്വം എന്ന് പറയണത്. എന്നുള്ളതാണ് അനശ്വരം. അല്ലേ? അത് നമുക്കറിയാലോ. ഇപ്പം നമ്മളുടെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ളതാണ്. പക്ഷെ ഈ ബോഡി ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ ഉള്ളിലിരിക്കൊണ്ട് എന്താണ് നമുക്ക് തോന്നുകയാണ് ഞാൻ മാറുന്നില്ല. ഞാനും ഒന്ന് തന്നെയാണ്. കുട്ടിയിൽ പറയണം ഞാനും, വയസ്സായിട്ട് പറയണം ഞാനും ഒന്ന് തന്നെയാണ്. അല്ലേ? ബോഡിയിലേ മാറണം. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാവണം വെച്ചാൽ, ഇങ്ങനെ ഉണ്ടാവുക നശിക്കുക, ഉണ്ടാവുക നശിക്കുക, അല്ലെങ്കിൽ ഉണ്ടായിട്ട് മാറുക, മാറ്റങ്ങൾ വരണതൊക്കെ നശ്വരത്വമാണ്. നശ്വരമായതുകൊണ്ടാണ് നമ്മളതിനെ ഭ്രമാണെന്ന് പറയണേ. മുമ്പ് ഇല്ല ഈ ലോകം, കുറച്ചു കാലത്തേക്ക് ഉണ്ട്, പിന്നെ ആദ്യം ഇല്ലാതെ ആവണു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഭ്രമം എന്ന് പറയണത്. അപ്പോൾ പിന്നെ എവിടുന്ന് വന്നുവെന്നോ എവിടേക്ക് പോയിന്നോ നമുക്കറിയില്ല. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലം എവിടുന്നേ വന്ന് എവിടേക്കേ പോയി, എൻ്റെ യൗവനം എവിടുന്നേ വന്ന് എവിടേക്കേ പോയി അറിയില്ല. പക്ഷെ മാറിയെന്ന് കാണാണ്ട് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നശ്വരം എന്ന് പറയണത്. എന്നാൽ ഇടയ്ക്ക് നമുക്ക് അനുഭവം ഉണ്ടോ തോന്നുന്നത്, അത് വെറും സങ്കല്പമാണെന്നാണ് പറയണേ. അതായത് മനോമയത്വം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സങ്കല്പാത്മകത്വം എന്നാണ് മനോമയത്വത്തിൻ്റെ അർത്ഥം. എന്നാൽ അത് സങ്കല്പമാണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ആ സങ്കല്പം ഇല്ലാച്ചോട്ടെ നമുക്ക് അതില്ലാണ്ടേ പോവും. ഇപ്പം നമ്മളെ ശരിക്കും അതേട്ടോ, കണ്ണടച്ച് നമ്മളെ എങ്ങടെയെങ്കിലും ഇങ്ങോട്ട് പോയി നിരിച്ചോളൂ, കുട്ടിക്കാലത്തേക്ക് പോയിച്ചോളൂ. അപ്പോൾ നമുക്ക് കാണാം, ഉൾക്കണ്ണുകൊണ്ടല്ലേ അതൊക്കെ കാണാം. അതങ്ങോട്ട് നിർത്തിച്ചാൽ പിന്നെ അത് കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ സങ്കല്പം ഉപേക്ഷിച്ചാൽ നമ്മൾ കാണുന്ന ആ ദൃശ്യമില്ല. ഈ സങ്കല്പവും മായാഭ്രമാണ്. സങ്കല്പം കൊണ്ട് കാണുന്ന ദൃശ്യങ്ങളും മായാഭ്രമാണ്. അപ്പം നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളും ശരീരമൊക്കെ വെറും അതിനുള്ള ഉപകരണമാണ്. ഉപകരണങ്ങൾ കാണിക്കണ കാഴ്ചയാണ്. അതൊക്കെ വെറും താൽക്കാലികമാണ്. അതായത് ഇപ്പോൾ നോക്കൂ, പച്ച കണ്ണട വെച്ച് നോക്കിയാൽ നമുക്ക് പച്ചയായിട്ട് കാണില്ലേ ലോകം. ആ കണ്ണട മാറ്റി വെക്കൂ, പച്ചയല്ലാണ്ടാവും. ചുവപ്പ് വെച്ചാൽ ചുവപ്പാവും. അതേപോലെ ഭ്രമാണ്, നമുക്ക് തോന്നുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ആ സങ്കല്പം നമ്മുടെ മനസ്സ്, ഈ ജഗത്തിൻ്റെ സങ്കല്പം ഇല്ലെങ്കിൽ ജഗത്തില്ല എന്നാണ്. അതാണ്. അതുകൊണ്ട് പ്രപഞ്ചാനുഭവത്തിൽ ശരിക്കും പറയാ വെച്ചാൽ ബോധം മാത്രമേ സത്യമുള്ളൂ. ബാക്കിയൊക്കെ മാറി മാറി വരികയാണ്. സങ്കല്പം അതെ, കാഴ്ച അതെ. നമ്മൾ കാണുന്നതൊക്കെ വെറും ഭ്രമാണ്. ഈ ഈ സങ്കല്പങ്ങളും ഈ ഉപകരണവും ഇല്ലാച്ചോട്ടെ പിന്നെ പ്രപഞ്ചമില്ല. ശുദ്ധമായിട്ടുള്ള നിത്യ സത്യബോധമേ ഉള്ളൂ എന്നാണ്. അതായത് ഈ നാനാത്വം, നമുക്ക് തോന്നുന്ന നാനാത്വം നമുക്ക് തോന്നുന്നുണ്ട്, നമ്മൾക്ക് ശരിക്കും ശരിയാണ് തോന്നുന്നുണ്ട്. പക്ഷെ അത് ഭ്രമാണെന്ന് പറയുകയാണ് ഭഗവാൻ. ആ ഭ്രമത്തിൽ, അതായത് ഭ്രമത്തിലാണ് നമ്മൾ ഗുണവും ദോഷമൊക്കെ വേർതിരിച്ച് കാണുന്നത്. ഇപ്പം അത് ഏതുപോലെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു ഉദാഹരണം ഞാൻ വായിച്ചു. എന്താ അറിയോ, സ്വപ്നത്തിൽ നമ്മൾക്ക് രാജാവിനെയും ഭിക്ഷക്കാരനെയും കാണാം എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ അത് വെറും സങ്കല്പമല്ലേ. സ്വപ്നത്തിൽ രാജാവും ഉണ്ട്, ഭിക്ഷക്കാരനും ഉണ്ട്. പക്ഷേ അത് സങ്കല്പം. അത് സിനിമ എടുത്തു നോക്കൂ. നമ്മൾ നടന്മാർ എന്തൊക്കെയായിട്ട് ആക്ട് ചെയ്യണു. ആ സിനിമ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, അവിടെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ കാണുമ്പോൾ അനുഭവിക്കും, നമ്മൾ കരയും ഇല്ലേ. അയ്യോ ഒരു പ്രേമനൈരാശ്യമാണ്, അല്ലെങ്കിൽ മകൻ മരിച്ചു, അല്ലെങ്കിൽ അച്ഛനോട് ദേഷ്യമാണ്, അതൊക്കെ കണ്ട് നമ്മൾ സിനിമ കണ്ട് കരയും. പക്ഷേ ആ സിനിമ നമ്മൾ ടി വി അങ്ങോട്ട് ഓഫ് ചെയ്താൽ, അല്ലെങ്കിൽ തിയേറ്ററിലത്തെ സിനിമ കഴിഞ്ഞാൽ ഒന്നുമില്ല. അതുപോലെയാണെന്നാണ് പറയണേ. ഇപ്പോൾ നമുക്ക് പിന്നെ സ്വപ്നത്തിന് ഭിക്ഷക്കാരനെയും കണ്ടു, ഇതിനെയും കണ്ടു, അതൊന്നും ശരിക്കുള്ളതല്ലോ. സ്വപ്നം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. നമ്മൾ ഒരു നരിയുടെ അടുത്തേക്ക് നമ്മൾ പോണതും ഒക്കെ അത് അത്രയല്ലേ ഉള്ളൂ. അതുപോലെ സിനിമ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഗുണവും ദോഷമൊക്കെ ഉണ്ടോ? ഈ സങ്കല്പത്തിൽ ഗുണവും ദോഷവും വേണ്ട. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് ചെയ്യാം, അങ്ങനെയൊന്നും ഇല്ല. അതായത്
ഇതൊക്കെ ഭ്രമം കൊണ്ടുള്ള അനുഭവമാണ്. അതുകൊണ്ടാണ് സമഭാവന വേണമെച്ചാൽ ഇത് ഭ്രമാണെന്ന് നമുക്ക് ബോധ്യമാവണം. അതായത് സത്യദർശിക്ക് ഈ ഗുണദോഷമൊന്നും വ്യത്യാസമില്ല. അദ്ദേഹത്തിന് സർവം ബ്രഹ്മമയാണ്. അങ്ങനെ ആവണം എന്നാണ് ഇപ്പോൾ എന്ത് പറയണത്, പിന്നെ എന്താണ് ഈ ഉദ്ധവനോട് പറയണത്, സർവം ബ്രഹ്മമയായിട്ട് കാണൂ എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. 7 വായിച്ചിട്ട്. യതിതം മനസാ വാചാ ചക്ഷുർഭ്യം ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധിമായ മനോമയം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.